Hi friends, welcome back to my channel. This is Mufida Noful from my Fash. നമ്മൾ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഇത്. റീസെൻ്റ്ലി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസും ഓർഡേഴ്സൊക്കെ വരുന്നൊരു ഫ്രോക്കാണ് ഈ ഒരു ഫ്ലവർ ഫ്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെയിം കളറാണ് കേട്ടോ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സെയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ 3 ലെയേഴ്സായിട്ടാണ് കേട്ടോ നെറ്റ് ഫാബ്രിക് സെറ്റ് ചെയ്തിട്ടുള്ള 6 മീറ്റേഴ്സ് വരുന്ന 3 ലെയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോൾ ഫ്രോക്കാണ് ഇതിൻ്റെ ബേസിക് വരുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബിഗ് സൈസിലുള്ളൊരു ബോയാണ് കേട്ടോ. ഈ ഇതിൽ പിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പിന്ന് ഏത് ടൈപ്പിലുള്ള പിന്നാന്നൊക്കെ ലാസ്റ്റ് വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ബോയിലൊക്കെ പിന്നെ ചെയ്യുന്ന പിന്നിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഹെയർ ഫാസിനേറ്ററും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണല്ലോ ഇതുപോലെയുള്ള നമ്മുടെ ഹാങ്ങിങ് ബീഡ്സ് വർക്ക് വരുന്ന നമ്മുടെ സ്ലീവ്സൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഫ്രോക്കിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കുന്ന ആ ഒരു സ്ലീവ്സിൻ്റെ ആ ഒരു ഡിസൈന്. പിന്നെ നമ്മൾ ഹാൻഡ് വർക്കിൽ വരുന്ന ബട്ടർഫ്ലൈസ് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്ലവേഴ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ അതിൽ മെയിൻ. നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കളേഴ്സ് കറക്റ്റ് മാച്ചിങ് ആവുന്ന ഷെയ്ഡ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ നെയിം ടൈലും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോർമലി നമ്മൾ സിൽവർ അല്ലെങ്കിൽ ഗോൾഡ് ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കാണൽ. അപ്പോൾ ഇതിൽ ഈ കസ്റ്റമറിന് ത്രിത എന്ന് പറഞ്ഞ മോൾക്കാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് ഈ ഒരു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കളേഴ്സ് ഗ്ലിറ്റർ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഈ ഒരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു കളർ തന്നെയാണ് കേട്ടോ കൂടുതൽ മാച്ചാണ്. നമ്മളിപ്പോൾ സിൽവറോ അല്ലെങ്കിൽ ഗോൾഡോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു വേറെ ലുക്കായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇത് ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് ആ ഒരു ഗ്രീൻ ഷെയ്ഡ് ഡാർക്ക് ഗ്രീൻ വന്നപ്പോൾ കുറച്ച് വെറൈറ്റി ആയി. അപ്പോൾ അത് പ്യുവർ കസ്റ്റമറിൻ്റെ ഇതാണ് കേട്ടോ സെലക്ഷനാണ്. പിന്നെ ഫ്ലവേഴ്സ് നമ്മൾ ഓരോ കളേഴ്സും ഇതുപോലെ വെച്ച് മാറ്റിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് റീൽസും ഷോർട്സൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ഒക്കെ അവൈലബിൾ ആണ് മേക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു റിമൂവ് ചെയ്യാൻ പറ്റുന്ന ടെയിൽ അതിൽ നമ്മൾ ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, സെയിം ഫ്ലവേഴ്സ് തന്നെ. പിന്നെ ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി നോർമലി നമ്മൾ പ്രസ് ബട്ടൺസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഹൂക്ക് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുണ്ട് ഇതുപോലെ നമ്മൾ 2 സൈഡിലായിട്ട് ഹൂക്ക് നമ്മൾ സെയിം കളറിലുള്ള ഇത് വരുന്ന രീതിയിൽ ഐ ഉണ്ടല്ലോ നമ്മൾ ഹൂക്കായി അതാകുമ്പോൾ അത്ര വിസിബിൾ. നമ്മൾ ചില ടൈമിൽ എന്താണ് പ്രസ് ബട്ടൺസ് ആകുമ്പോൾ അത് വിസിബിൾ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ അത്ര ചെയ്യില്ലല്ലോ. അങ്ങനെയാണ് കേട്ടോ ഇത് ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ ആ ഒരു നമ്മൾ ഹൂക്കുണ്ടല്ലോ നമ്മൾ സാധാരണ ബ്ലൗസിലൊക്കെ വെക്കുന്ന ഹൂക്കാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ബട്ടനേക്കാളും കൂടുതൽ നല്ലതാണ് ഇതെന്ന് തോന്നിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് വിസിബിൾ ആവില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രസ് ബട്ടൺസ് ഇങ്ങനെ ഡ്രസ്സിൽ കാണുമ്പോൾ ഇതെന്താന്നൊക്കെയുള്ള ചോദ്യമൊക്കെ വരില്ല. ഇതാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല, നമുക്ക് വിസിബിൾ ആവില്ല. സെയിം കളറിൽ തന്നെ ത്രെഡ് വരുന്നതുകൊണ്ട് ത്രെഡിൻ്റെ ഇതാണല്ലോ വരുന്നത്. അപ്പം ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറും സൈസൊക്കെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ വീഡിയോസൊക്കെ കാണാം. ഒരുപാട് കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോസും സ്റ്റിച്ചിങ് റിലേറ്റഡായ ടിപ്സും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.